ഹലോ ഗൈസ്, ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മള് സൺറൈസ് ബോട്ടിങ്ങിനൊക്കെ പോവാണ്. അപ്പൊ ഇപ്പൊ സമയം 5:08 അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ നമ്മൾ ഓട്ടോ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേട്ടൻ 5 മണിക്ക് ഷാർപ്പ് 5 മണിക്ക് വരാൻ വന്നില്ല. നമുക്കവിടെ 6 മണിക്കെത്താം. അറിയില്ല ഇനി എന്താണ്. ഫസ്റ്റ് വരുന്ന നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ലഗേജ് ഒക്കെ വെക്കണം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വുമൻസ് വിത്ത് അനുഷ്. എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിരാവിലെ എടിയിട്ടുള്ള ഈ പോക്ക് കിട്ടാനല്ലേ നമ്മൾ സമയത്തിന് എത്തുമെന്ന് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഈ ഓട്ടോയിലിരിക്കണേ. കാരണം പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിരുന്നു. 6 മണിക്ക് നമുക്ക് അവിടെ എത്തേണ്ടതായിരുന്നു. നമ്മുടെ ബോട്ട് കണ്ടത് സന്തോഷം നിറഞ്ഞിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഉള്ളിൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണ സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നിറയെ ബോട്ടുകളും അതുപോലെ ഇങ്ങനെ വരിയായിട്ടിട്ടത് കാണാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു കാര്യം വിഷമായിട്ടോ, വെള്ളം സ്റ്റാർട്ടിങ് പോയിന്റ് ആ ഏരിയയിൽ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. ഫുൾ പ്ലാസ്റ്റിക് കവർ അങ്ങനെയൊക്കെയായിരുന്നു. അവിടെ മാത്രമേ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള ഭംഗിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ വീക്ക് ആലപ്പുഴ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആലപ്പുഴത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കായലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫുൾ കായലിന് ചുറ്റുമായിട്ട് ഓരോ അറ്റങ്ങളിലായിട്ട് ഈ ഹൗസ് ബോട്ട് ഒക്കെ ഇങ്ങനെ കിടക്കണ കാണാൻ അടിപൊളിയായിരുന്നു. അതിൽ കുറച്ച് താമസക്കാരുണ്ട്, അതുപോലെ തന്നെ താമസമില്ലാത്തവരുണ്ട്. ഇനി കായലിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് കണ്ടാലോ. പ്രതീക്ഷിച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഈ സൺറൈസ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് നമുക്കും അറിയണേ കേരളത്തെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന്, കേരളത്തേക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന്, ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. കേരളം എന്തുകൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചെന്നൊക്കെയുള്ള ആൻസറാണ് ഇതൊക്കെ. ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ പാടം അതുപോലെ തന്നെ വയലുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. കൂടാതെ തന്നെ വേറൊരു സൈഡിൽ കടലും. ആലപ്പുഴ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെയും പച്ചപ്പിൻ്റെയും നാടായി കേരളത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയാല്ലേ. ഇവിടെ എത്തുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു അനുഭവം ഷിക്കാര ബോട്ടിങ് തന്നെയാണ്. ശാന്തമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിറഞ്ഞു കിടക്കണ ആ കായലിൽ സാവധാനം നീങ്ങണ ചെറിയ ബോട്ടുകളും കാറ്റിൽ തണുപ്പ് ഇങ്ങനെ നമ്മളെ തഴുകുമ്പോഴുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇതിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യം ഉണ്ടല്ലോ, വെറൈറ്റികളായിട്ടുള്ള ഹൗസ് ബോട്ടുകളൊക്കെ കാണാം നമുക്ക്. ഇവിടെയാണ് ഈ വള്ളംകളിയൊക്കെ നടക്കണേന്നാണ് നമ്മുടെ ബോട്ട് ഗൈഡ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഷിക്കാര ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമുക്കതിൽ യാത്ര ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിലോ അല്ലെങ്കിൽ പുന്നമടയിലോ നിന്ന് എളുപ്പത്തിൽ ബുക്ക് ചെയ്യാൻ ഈ ഷിക്കാര റൈഡൊക്കെ. പിന്നെ ഷിക്കാര റൈഡ് ഓപ്റ്റ് ചെയ്യേണ്ട സമയം എന്നൊക്കെ പറയണത് രാവിലെ ആണെങ്കിൽ നല്ല അടിപൊളി സമയമാണ്, രാവിലെയും വൈകുന്നേരവും ഒക്കെ. കാരണം ഒരു ചെറിയ തണുപ്പോട് കൂടി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ആ ഒരു വെയിൽ അടിച്ചതിൻ്റെ ക്ഷീണോ അതൊക്കെ നമുക്കുണ്ടാവും. നമ്മൾ പുന്നമടക്കായലും കടന്ന് വേമ്പനാട്ടുകായലും കടന്ന് അതും കഴിഞ്ഞിങ്ങനെ ചുറ്റി ഈ കായൽ ഫുള്ള് റൗണ്ട് അടിക്കുകയാണ്. കുറേ കാഴ്ചകൾ നിറഞ്ഞൊരു കായലാണിത്. മീൻ പിടിക്കണതൊക്കെ കാണാൻ അടിപൊളിയാണ്. കാരണം അത് ഒരു ചേച്ചിയും ചേട്ടനും ഒരു കുഞ്ഞൊരു ബോട്ടിൽ അല്ലെങ്കിൽ അത് വഞ്ചി എന്നാണല്ലോ അല്ലേ പറയുക, വഞ്ചിയിൽ ഇങ്ങനെ മീനൊക്കെ പിടിക്കണ കാണാൻ നല്ല രസമാണ്, അടിപൊളിയാണ്. നമുക്ക് കാണുമ്പോൾ പേടിയാവും, പക്ഷെ അവരൊക്കെ എത്രയും പ്രാക്ടീസായിട്ട് എത്രയും സന്തോഷത്തിൽ അത് ചെയ്യണമെന്ന് അവർക്ക് മാത്രമല്ല അറിയുള്ളൂ. നമുക്കൊരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു. ഈ 3 മണിക്കൂർ എങ്ങനെയാണ് ചിലവഴിച്ചെന്നുള്ളതും വേറൊരു സ്റ്റോറിയാണ്.
എങ്ങനെയുണ്ടല്ലോ ഈ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ കുട്ടനാടിൻ്റെ ബേസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇല്ലേ, സിനിമാ പാട്ടുകളൊക്കെ, അതൊക്കെ മനസ്സിൽ കയറി വരും. ഇവൻ അടിപൊളിയാട്ടോ. ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇവനെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടെന്നാണ് പറയാറ്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കായലിൻ്റെ അരികെയുള്ള ഒരു ഹോട്ടലിൽ നിന്നും പറയാൻ പറ്റില്ല, ഒരു വീട്ടിൽ സൈഡിലായിട്ട് നടത്തുന്ന ഒരു കട, അവിടെ നിന്ന് നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഇവനായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി വരാൻ പോണ സംഭവം നമ്മൾ പ്ലാനിലേ ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ, സ്പീഡ് ബോട്ട്. നമ്മൾ ഈ ഷിക്കാര റൈഡ് ബുക്ക് ചെയ്ത് എങ്ങനെയാണെന്നല്ലേ, തലേദിവസം തന്നെ നമ്മൾ സൈറ്റിൽ കയറി ബുക്ക് ചെയ്തായിരുന്നു. അതും പ്രൈവറ്റ് ബോട്ടായിരുന്നു. അതായത് ഒരു 3 hours-ന് 2000 രൂപ വെച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ചൂസ് ചെയ്തത് മോർണിംഗ് 6 തൊട്ട് 9 വരെയാണ്. സ്പീഡ് ബോട്ടിൻ്റെ കാര്യം കുറച്ച് കത്തിയാണ്. ഒരു പെർ ഹെഡിന് വന്നിട്ട് 300 രൂപ വെച്ച് അവർ മേടിക്കും, അതും 10 മിനിറ്റിന്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. വേറെന്താ, നിങ്ങൾ കാണുന്നത് തന്നെ, കള്ളടിക്കുക, നല്ല അടിപൊളി ഫുഡും കഴിച്ച് ഫാമിലിയുടെ ഒപ്പം എൻജോയ് ചെയ്തിരിക്കുക. അവിടുത്തെ അടിപൊളി കരിമീനും അതുപോലെ തന്നെ തലക്കറി, അതുപോലെ തന്നെ കൊള്ളി, വെള്ളയപ്പം, അതുപോലെ തന്നെ കുരുമുളക് ഇട്ട താറാവ് കറി, അതുപോലെ തന്നെ എന്താ ഓർഡർ ചെയ്തേ, ഒരു ഞണ്ട് കറിയും, പിന്നെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കള്ളും കൂടി അടിച്ച് ഒരു അടിപൊളി വൈബായിരുന്നു അത്. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ചയായി. പിറ്റേ ദിവസം തൊട്ട് വർക്ക് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതൊക്കെ മറക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചുപോലുള്ള ട്രെയിനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാറിനെ കാണുന്നത്. അതും കഴിഞ്ഞ് നമുക്ക് തിരിച്ചുപോലുള്ള ട്രെയിനും കയറി നമ്മളിങ്ങനെ എറണാകുളത്തെത്തി. ഇവിടെ നിന്ന് ഊബറും ബുക്ക് ചെയ്ത് നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു 1 hour റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ആലപ്പുഴ. അങ്ങനെ വീട്ടിലെത്തി അമ്മയുടെ അച്ഛനോടും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വ്ലോഗ് കണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ Day 2 വ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.